പ്രൊഫൈലിലേക്ക് റിക്വസ്റ്റ് വിടാൻ തോന്നിയത് എന്തായിരുന്നു? പ്രൊഫൈലൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ മുടിയൊക്കെ ഉണ്ടായിരുന്നു. മുടിയുള്ള ചേട്ടന്മാരാണ് ഇഷ്ടം. ആ, അപ്പൊ എത്ര വയസ്സുണ്ടായിരുന്നു? അപ്പം എനിക്ക് 12 വയസ്സുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ വീഡിയോ കോളിൽ വന്നിട്ട് അമ്മേനോട് പറയാൻ പറഞ്ഞല്ലോ, അപ്പോ ആ ഒരു ധൈര്യം എവിടെ നിന്നായിരുന്നു? അത് ഇഷ്ടപ്പെട്ട് അത്തിക്ക് പിടിച്ചു. 12 വയസ്സില് എന്തായിരുന്നു അമ്മേനെ ഇഷ്ടപ്പെടാൻ? എനിക്ക് തോന്നുന്ന വോയിസ് കുഴപ്പമില്ല, ക്യൂട്ടാണ്, പിന്നെ അത്യാവശ്യം കാണാൻ കുഴപ്പമില്ല, ചന്തമുണ്ട്. അവളുടെ അമ്മ നേരെ സംസാരിക്കണം പറഞ്ഞു. അപ്പം ഞാൻ അവളുടെ അപ്പഴും ചോദിച്ചു, എടി വാവേ നിങ്ങൾ സീനാണ്, നിന്റെ അമ്മയാണ്, വിശ്വസിക്കാൻ പറ്റത്തില്ല, എന്തെങ്കിലും കലിപ്പാക്കുമോ എന്ന് ഞാൻ ചോദിച്ചു. ഇല്ലടാ അമ്മ നല്ല മൂഡിലുണ്ടാവുന്നു, നല്ല മൂഡിൽ തന്നെ ചെയ്യില്ലും കേച്ചു. ഞാനും ആ ടൈമിൽ ചുമ്മാ ഇങ്ങനെ തമാശക്ക് ഒരേ പ്രേമം നോക്കിയിട്ടുണ്ട്. ആ സമയത്ത് ഇദ്ദേഹം ചെയ്യില്ലായിരുന്നു. പിന്നെ ചുമ്മാ മെസ്സേജ് അയച്ച് അങ്ങനെ ചുമ്മാ ആർക്ക് ഒരേ ആൾക്കാരെ പറ്റിക്കുമ്പോൾ ചെറിയൊരു സുഖം. ഞാൻ ഐ ലവ് യു കൊടുക്കും. അപ്പൊ ചുമ്മാ അവരിങ്ങോട്ട് മെസ്സേജ് അയക്കും. പിന്നെ ഞാൻ അവരെ ബ്ലോക്ക് ചെയ്തിട്ട് വേറെ ആൾക്കാർ മെസ്സേജ് അയക്കും എനിക്ക് ഫ്രണ്ടായിട്ട്. ഫേസ്ബുക്ക് നോക്കുമ്പോൾ അതിൽ 3-4 ചാറ്റ് ലിസ്റ്റ് ഇങ്ങനെ ഐ ലവ് ഇങ്ങനെ കുറെ മെസ്സേജ് ഇങ്ങനെ കിടക്കുന്നു. ഞാൻ നോക്കുമ്പോൾ എന്താണ് അപ്പം എന്നെ കാട്ടി വലിയ കോഴിയാണോ? ഇപ്പൊ കണ്ടുപിടിക്കാണ് വിഷ്ണുവിന്റെ പ്രൊഫൈലില് ഒരു ചാറ്റ് ഹൈഡ് ചെയ്തിട്ടേക്കുന്നു. അത് കണ്ട് എന്ത് ചെയ്യും? അവനെ കൊല്ലും ഞാൻ. എങ്ങനെ? വിഷം കലക്കി കൊടുക്കും. എടാ എന്താണ്ടി എനിക്ക് മീൻ കറിയും ചോറും വേണം. മീൻ കറിയും ചോറ് വേണടാ. പൈസ ആയിരുന്നു അപ്പം തരുമോ? ഇത്ര നാൾക്കിടയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വന്ന ഒരു കമന്റ് ആയിരിക്കും ഇങ്ങനെ. എനിക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ലൈക്ക് കിട്ടാറുണ്ട്. അപ്പം ഞാൻ അത് തന്നെ ചുണ്ടി ഇങ്ങനെ വെച്ചിട്ട് സംസാരിക്കും. അപ്പം അത് എല്ലാവരും കണ്ടിട്ട് ഹാൻഡ്സ് വെക്കുന്നു, കൂട് വെക്കുന്നു എന്നൊക്കെ പറയും. പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഈസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ ഓൾറെഡി ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര വൈറലായിട്ടുള്ള കപ്പിൾസ് ആണ്. നമ്മൾ എപ്പോഴും ഇവരുടെ വീഡിയോസ് ഒക്കെ നമ്മുടെ ഫീഡിലേക്ക് വരാറുണ്ട്. ഓൾറെഡി ഹൈലൈറ്റ് ഒക്കെ കണ്ട ആരാണെന്ന് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. സോ ഞാനിങ്ങനെ ഇൻട്രോ പറഞ്ഞ് വലിച്ചു നീട്ടിച്ചാളാക്കുന്നില്ല. നമുക്ക് വെൽക്കം ചെയ്യാം വിഷ്ണു ആൻഡ് അമ്മയ്യ. ഹലോ. ഹലോ. ഇനി ഒന്നും കൂടി പറ. സുഖാണോ? സുഖമാണ്. ഇപ്പൊ സൗണ്ട് ഉണ്ട്. ശരിക്കും ഇത്ര ഉച്ചയിലാണോ സംസാരിക്കാറ്? നോർമൽ അത്രയും സംസാരിക്കും. വഴക്കിടുമ്പോഴൊക്കെയോ? അപ്പോഴും ഇത്ര തന്നെ. അതുകൊണ്ട് പുറത്തുള്ളവർ കേൾക്കില്ല. ഇവിടെ കൂടുതലും സൗണ്ട് വിഷ്ണുവിനാണ്. അങ്ങനെയും പറയാം. നിങ്ങൾ എന്തിങ്ങനെ നനഞ്ഞ് കുറച്ച് ഉഷാറായിട്ട്? നനഞ്ഞിട്ടൊന്നുമില്ല, സെറ്റ് തന്നെ. ഓക്കെ. പൊതുവെ ഇങ്ങനെയാണ് നിങ്ങളുടെ വീഡിയോസിൽ മാത്രമേ ഇങ്ങനെ ഭയങ്കര ആക്റ്റീവായിട്ട് സംസാരിക്കാറ്? അത് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് പറഞ്ഞു ചുറ്റുമുത്ത് നോക്കും ആരും ഉണ്ടാവില്ല, പിന്നെ ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കുറേ നോക്കിയിട്ടൊക്കെ നോക്കുള്ളൂ. വേറെ ആരെങ്കിലും വരുന്നത് കഴിഞ്ഞാൽ അപ്പം തന്നെ നിർത്തും. അപ്പോൾ ഫോൺ എടുത്ത് വേറെ എവിടെയെങ്കിലും ഇങ്ങനെ നോക്കും. അപ്പൊ പബ്ലിക്കിലൊക്കെ എടുക്കുന്ന വീഡിയോസ് ഒക്കെയോ? പബ്ലിക്കിൽ എടുക്കുന്നില്ല, അത് ഞാനല്ലേ, നമുക്ക് അറിയാണ്ട് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് പോകുന്നത് മാത്രം. മറൈൻ ഡ്രൈവ് പോലത്തെ ഒരു സ്ഥലത്തൊക്കെ ഇരുന്നിട്ട് അത് വെറുതെ നടന്ന് ഇങ്ങനെ നടക്കുമ്പോൾ അങ്ങനെ വീഡിയോ തേരാപ്പേരെ നടക്കുമ്പോൾ വീഡിയോ എടുക്കല്ലേ, അതൊന്നും കുഴപ്പമില്ല. ഓക്കെ. അമ്മേനെ അഞ്ജു എന്നാ വിളിക്കുക? ശരിക്കും പേര് അഞ്ജു, വീട്ടിൽ വിളിക്കുന്നത് അമ്മയാ. വീട്ടിൽ വിളിക്കുന്നത് അമ്മയാ, ശരിക്കും പേര് അഞ്ജു. ഓക്കെ. ഇപ്പം എന്താ കറന്റ് ചെയ്യുന്നത്? ഇപ്പൊ ഹൗസ് വൈഫ് ആയിട്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ ഇപ്പൊ ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല. ഈ സൗണ്ട് മതി അല്ലേ? ഈ ഒരു സൗണ്ടിൽ സംസാരിച്ചാൽ മതി. ഓക്കെ. എനിക്ക് തോന്നുന്നു ഇപ്പൊ എത്ര നാളെ നിങ്ങൾ അപ്പൊ ഈ വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഇട്ട് തുടങ്ങിയിട്ട്? കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവള് പറഞ്ഞ് ഓൺ വോയിസ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പം അതാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്, സെറ്റായി കയറേണ്ടി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ, നീ എന്തെങ്കിലും ഒന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവള് പറഞ്ഞു എന്ത് പറയാനാണ് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നാൽ ശരി നീ ഇങ്ങനെ പറഞ്ഞ ഒരു ചെക്കനെ നോക്കിയാൽ നീ എന്ത് ചെയ്യുമോ, അങ്ങനെ എന്ത് കാണിക്കുന്നു ചോദിക്കുക. അപ്പോൾ ബാക്കി ഞാൻ പറയാം. അപ്പോൾ ഉള്ളി പറഞ്ഞില്ല, ഞാൻ ചവിട്ടുന്നുള്ള ഒന്നും മിണ്ടിയിട്ടില്ല. അപ്പോൾ ഇവള് എടാന്ന് വിളിച്ച് ഞാൻ ഒരു ചെക്കനെ നോക്കിയാൽ നീ എന്ത് കാട്ടും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചവിട്ടും പറഞ്ഞു. അപ്പോൾ ഇവള് കറക്റ്റായി പോവുകയും ചെയ്ത് അത് വീഡിയോ കറക്റ്റ് കിട്ടുകയും ചെയ്ത് അങ്ങനെ വൈറലായതാ. ഒരു ചവിട്ടി വൈറലായി. ഓക്കെ. ശരിക്കും ചെക്കനെ നോക്കിയാൽ ഇങ്ങനെ ചവിട്ടാറുണ്ടോ? അങ്ങനെയില്ല, വീഡിയോയ്ക്ക് വേണ്ടി മാത്രം. വീഡിയോ. ഓക്കെ. ഇപ്പൊ നിങ്ങൾ മിക്ക വീഡിയോസിലും കുറെ പാവത്തിന് ചവിട്ടും തൊഴി ഇടിയൊക്കെ കൊടുക്കുന്നുണ്ട്. വയലൻസ് ആണോ? വയലൻസ് ഒന്നല്ല, ചുമ്മാ ആക്ഷൻ മാത്രമേ ഉള്ളൂ. ചില സമയത്ത് പെട്ടെന്ന് കിട്ടും. ചില വീഡിയോ നല്ലോണം കിട്ടുന്നുണ്ടല്ലോ. അത് ചിലതിലും മിസ്സായി പോവില്ല, നമ്മളെ അറിയണില്ലല്ലോ, പെട്ടെന്ന് അങ്ങനെ കയറി പോവില്ല.
എനിക്കൊന്ന് നിങ്ങളിപ്പോ 1 year ആയി കല്യാണം കഴിഞ്ഞിട്ട് 1 year ആയി. 1 year കഴിഞ്ഞ് 3 മാസമായി. 3 മാസം, 1 വർഷം 3 മാസമായി കല്യാണം. നമുക്ക് എന്തായാലും ആ കല്യാണ വീഡിയോ ഒന്ന് കാണാം ഫസ്റ്റ്. അതെന്താ ഇത് നിങ്ങളുടെ കല്യാണ വീഡിയോ ഞാൻ കാണിക്കണേ. അത് ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് കാണിച്ചിട്ട് എന്തോ മോശപ്പെട്ട കാര്യം കാണിക്കണ മുഖത്തൊരു എക്സ്പ്രഷൻ ഇല്ലാണ്ടിരിക്കുന്നു. അതൊക്കെ ഞങ്ങൾ കണ്ടു തന്നെയല്ലേ, ഞങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇടക്കിടക്ക് കാണും. ആ പാട്ട് പിന്നെ അത്രയും സെൻഡ് ചെയ്യണം, കാരണം പണ്ട് തൊട്ടേ എല്ലാവരും ഇടണോണ്ട് ഞാനും കല്യാണം കഴിയുമ്പോൾ തന്നെ ഇടണം. അങ്ങനെ നോക്കിട്ടോ. ഈ പാട്ട് ആക്ച്വലി ഭയങ്കര ട്രോളൊക്കെ ആയിരുന്നു. തീർച്ചയായും. അപ്പൊ എന്ത് ഈ പാട്ട് തന്നെ വേണമെന്ന് തീരുമാനിച്ചു? അതെന്റെ കമ്പനിക്കാർക്ക് എല്ലാവർക്കും മാരേജ് ചെയ്ത് കൊടുക്കുമ്പോൾ അവരൊക്കെ ഇടുന്ന ഈ പാട്ട് തന്നെയാണ്. അപ്പൊ എനിക്കൊരു ഇഷ്ടം തോന്നി പാട്ടും എല്ലാം കൂടി സെൻഡ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഞാൻ ഇട്ടു. ഞാനും അതന്നെ മതി പറഞ്ഞിട്ട് ഈ പാട്ടിന് വേണ്ടി എത്ര തപ്പി അറിയാം, പെട്ടെന്ന് കിട്ടാണ്ട് ഇരുന്ന് തപ്പി 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 ഓരോ കൂട്ടായ്മ എന്റെ അക്കൗണ്ടിൽ തപ്പി അങ്ങനെ എടുത്ത് അങ്ങനെ ഇട്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു അതില് ഭയങ്കര ചെറിയ കുട്ടികളാ. ചെറിയ കുട്ടിയൊന്നും, അത് ശരീരം അങ്ങനെയാണ് അത്രേ ഉള്ളൂ. പക്ഷെ കയ്യിലിരിപ്പ് പറയും. എന്ത് കയ്യിലിരിപ്പ് എന്താ? അങ്ങനെയൊന്നുമില്ല. പറ, എന്ത് മിണ്ടാത്തെ പറ. അതെന്തെങ്കിലുമൊക്കെ മേടിച്ചു വരാൻ പറയാം. അതിന്റെ എന്താ മേടിച്ചു തരാൻ പറയുന്നേ? ഞാൻ വേറെ ഒന്നും പറയില്ല, ഫുഡൊക്കെ പറയും. പിന്നെ അതല്ലാതെ മുടിയൊക്കെ കളർ ചെയ്യാൻ പറയാം. അത് ഇതുവരെ ചെയ്തു തന്നിട്ടില്ല. പിന്നെ എന്നിട്ട് ഇത്രയും കാണുന്നത് മൊത്തം പോയതാണ്. മൊത്തം പോയത് എല്ലാവരുടെയും കളർ അടിച്ചു കൊടുത്ത്. അത് ഞാൻ തന്നെ വാങ്ങിയിട്ട് പോയി. കടയിൽ പോയി കഴിഞ്ഞാൽ അധികം പൈസ കൊടുക്കണം. അപ്പൊ ഞാൻ പിശുക്കി നേരെ പോയി ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ട് ഞാൻ തന്നെ ചെയ്തു കൊടുത്തു. അറിയോ ഇതൊക്കെ? അങ്ങനെയൊന്നുമില്ല, യൂട്യൂബിൽ കണ്ട് പഠിക്കുകയല്ലേ. ഓക്കെ ഓക്കെ, ശരി. ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴേ ഓൾറെഡി നമുക്ക് മനസ്സിലാവും നിങ്ങളൊരു ലവ് മാരേജ് അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ട് കല്യാണം കഴിച്ചേക്കുന്നതാണെന്ന് മനസ്സിലാവും. അപ്പൊ എന്താ അതിന്റെ ഒരു സ്റ്റോറി? കാരണം ഇപ്പം 19 വയസ്സാണ്. അപ്പം 1 വർഷം മുന്നേ 18 വയസ്സിൽ കല്യാണം കഴിഞ്ഞു. അപ്പം എങ്ങനെയായിരുന്നു ആ കല്യാണത്തിലേക്ക് എത്തിയത്? നിങ്ങളുടെ ആ ഒരു പ്രണയം കുട്ടി പറയും. കുട്ടി മിണ്ടുന്നില്ല. ഞങ്ങൾ ഫേസ്ബുക്ക് വരെയാ കണ്ടത്. അങ്ങനെ പരിചയപ്പെട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട്. പിന്നെ കുറെ നാൾ ഫോൺ വിളിയായിരുന്നു. പിന്നെ ഒരു ഫസ്റ്റ് കൊറോണയുടെ ടൈമിൽ കണ്ട്. അപ്പൊ അതിന്റെ മുന്നേ കാണാൻ വിളിച്ചിട്ട് എന്നെ 1.5 ദിവസം ഇവിടെ പോസ്റ്റ് അടിപ്പിച്ച്. എങ്ങനെ? ഇവള് വന്നില്ല, ഇവള് കള്ളം പറഞ്ഞു. ഞാൻ നേരെ അവിടെ നിന്ന് ട്രെയിനിങ് കയറി വന്ന് ഇവിടെ വെയിറ്റിൽ വന്ന് നിന്ന് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഇവള് ഇപ്പൊ വരും. അവസാനം വിളിച്ചിട്ട് പറയാം, എടി എവിടെയടി ചോദിച്ചപ്പോഴേ അനിയൻ സീനാണ്. അനിയൻ നേരെ അമ്മൻ്റെ പറഞ്ഞു. അമ്മയാണെങ്കിൽ മുട്ടം കലിപ്പാണ്. ഇപ്പം എന്നെ പുറത്തേ ഇറക്കൂല, എനിക്ക് വരാനേ പറ്റില്ല പറഞ്ഞു. ഞാൻ ഇവളുടെ വീട് എവിടെ ഇരുന്നു, ഞാൻ അങ്ങോട്ടെങ്കിലും വരാൻ. ഇവള് വീട് പറയുന്നില്ല, ഇവള് കൊണ്ട് വെയിറ്റിലേക്ക് തന്നെയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു കടയ്ക്കെങ്കിലും എങ്ങനെയെങ്കിലൊക്കെ ഇറങ്ങുമല്ലോ. ഞാൻ അവിടെയുള്ള പമ്പിൻ്റെ സൈഡ് എല്ലാം അവിടെ ഇങ്ങനെ നോക്കി 1.5 ദിവസം നിന്ന്. അതായത് ഞാൻ നൈറ്റ് ഇവിടെ 9 മണിക്ക് എത്തി. 9 മണിക്ക് എത്തി. പിറ്റേ ദിവസം 12 മണി വരെ ഞാൻ ഇവിടെ നിന്ന്. പിന്നെയും വിളിച്ച് ഇവള് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി കളഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി സീനാണെന്ന്. അവള് നമ്മൾ ഒഴിവാക്കി നൈസിൽ തേച്ചാന്ന് മനസ്സിലായി. ഞാൻ എൻ്റെ ഫോണിൽ ചാർജ് ചെയ്യാനായി. അപ്പോൾ ഞാൻ തിരിച്ച് നേരെ ട്രെയിനിങ് കയറി. അപ്പോൾ ആദ്യം എത്തുമ്പോൾ വിളിക്കുന്നു, എടാ വേറൊന്നുമല്ല, അമ്മ മുട്ടം കലിപ്പായിരുന്നു വീട്ടിൽ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ കുറേ കഥ പറഞ്ഞു. ഞാനും ആയിക്കോട്ടെ ശരി വന്നിട്ട് പിന്നെ ഒരു 1.5 വർഷം 2 വർഷം കാണാനേ വന്നിട്ടില്ല, ഫോൺ വിളി മാത്രം. ഈ ഫേസ്ബുക്കിൽ ആരാ ആദ്യം റിക്വസ്റ്റ് അയച്ചത്? അത് ഞാനാണ്. അങ്ങോട്ട് അയച്ചു. എന്താ ആ ഒരു പ്രൊഫൈലിലേക്ക് റിക്വസ്റ്റ് വിടാൻ തോന്നിയത് എന്തായിരുന്നു? പ്രൊഫൈലൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട്. അന്ന് മുടിയൊക്കെ ഉണ്ടായിരുന്നു. മുടിയുള്ള ചേട്ടന്മാരാണ് ഇഷ്ടം. അങ്ങനെ നോക്കി മെസ്സേജ് അയച്ചതാ. അപ്പൊ എത്ര വയസ്സുണ്ടായിരുന്നു? അപ്പൊ എനിക്ക് 12 വയസ്സുള്ളായിരുന്നു. എത്ര അയക്കുന്ന അവളുടെ അക്കൗണ്ടിൽ നിന്നല്ല, അവളുടെ അമ്മേന്റെ അക്കൗണ്ടിൽ നിന്നാണ്. അമ്മയുടെ അക്കൗണ്ടിൽ നിന്നാണ്. ഓക്കെ, അമ്മയുടെ അക്കൗണ്ടിൽ നിന്നാണ് ഇദ്ദേഹത്തിന്റെ മെസ്സേജ്. അപ്പൊ അമ്മയുടെ റിക്വസ്റ്റ് അല്ലേ വരുന്നേ? അമ്മയുടെ ഫോട്ടോ ഇവളുടെ ഫോട്ടോവും ദിലീപിന്റെ ഫോട്ടോ ഇവർ ഒരുമിച്ച് ഒരു സെൽഫി എടുത്തതാ വന്ന്. അപ്പൊ ചെറുപ്പത്തിൽ കൊണ്ട് ഫോട്ടോ ഉണ്ട്. അപ്പൊ മനസ്സിലായി ആദ്യം അമ്മയാന്ന് വിചാരിച്ചു. പിന്നെ അമ്മയും കുറെ സംസാരിച്ച് ഒരു 1.5 വർഷത്തോളം അമ്മയൊക്കെ കൂട്ടായിരുന്നു. സപ്പോർട്ട് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോ അസ്ഥിക്ക് പിടിക്കുന്നതായപ്പോ ദാത്തി മെല്ലെ ചമട്ടാൻ തുടങ്ങി. അങ്ങനെ മൊത്തം കലിപ്പായി. ഞാനും ആയിക്കോട്ടെ പറഞ്ഞു. പിന്നെ ഞാനും ഇവിടെ വിളിയും കാര്യങ്ങളുണ്ട്, സീനൊന്നുമില്ല. അങ്ങനെ കുഴപ്പമില്ലാണ്ട് പോയി പോകുന്നത്. ഇപ്പൊ അങ്ങനെ ഒരു റിക്വസ്റ്റ് വരുമ്പോ ഇപ്പം അമ്മയുടെ പ്രൊഫൈലിൽ നിന്നാണല്ലോ വരുന്നത്. അപ്പൊ അമ്മയാന്ന് വിചാരിച്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അല്ല, അത് തെറ്റി. അതിൽ ചെറിയൊരു കുട്ടി ഇപ്പുറത്ത് വേറെ ഉണ്ടല്ലോ. അമ്മേനെ ഞങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് കുഞ്ഞുകുട്ടിയല്ലേ? 12 അങ്ങനെയൊന്നുമില്ല. ഫോട്ടോയിൽ കാണുമ്പോ കുഞ്ഞുകുട്ടിയൊന്നുമില്ല. അന്ന് ഇപ്പൊ കുഞ്ഞുകുട്ടിയാണല്ലോ. അതിപ്പോ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഇദ്ദേഹമാണെന്ന് മനസ്സിലായത്. ഇവളിങ്ങനെ മെസ്സേജ് അയച്ച് പിന്നെ വോയിസ് അയക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ വോയിസ് അയച്ച് അവസാനം ഞാൻ
നേരെ ഇവള് പറഞ്ഞു ഇഷ്ടമാണ് പറഞ്ഞു. അപ്പോൾ ഞാനും നേരെ ഇഷ്ടമാണ് പറഞ്ഞു, വീഡിയോ ഒക്കെ അയച്ചു കൊടുത്ത്. മറ്റേ ബോക്സ് അപ്പോൾ ഇറങ്ങിയ സമയമുള്ള ആ ബോക്സിൽ കുറേ ഇങ്ങനെ ഇതായിട്ട് മിഠായും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ അയച്ചു കൊടുത്ത് അങ്ങനെ നിന്ന്. ഓ, അമ്മയാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത്. എന്താ അത് എത്ര വയസ്സിലായിരുന്നു? 12 വയസ്സിലായിരുന്നു. അപ്പം തന്നെ അതായത് ചാറ്റിങ് തുടങ്ങി ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇഷ്ടമാണ് പറഞ്ഞ്. പിന്നെ നമ്പർ തന്ന്. ഇവള് വാട്സപ്പ് നമ്പർ തന്നു. പക്ഷെ അത് ഇവളുടെ അല്ല, ഇവളുടെ അമ്മേൻ്റെയാണ്. എനിക്കറിയില്ല. ഞാൻ അധികം വിളിച്ച് ഇവള് സ്കൂളിൽ പോയ സമയത്ത് ആരാണ് അതിനെന്ന് ഞാൻ പറഞ്ഞു. ഇവളില്ലേ അമ്മയെ ഇല്ലേ ചോദിച്ചു. അമ്മയെ അതാരാണ് കൊണ്ട് കലിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു സോറി റോങ് നമ്പറാണ് ചേച്ചി കൊണ്ട് ഞാൻ കട്ട് ചെയ്ത്. പിന്നെ അത് കഴിഞ്ഞ് ഇവളിപ്പോൾ നേരെ പോയി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഈ ബ്രേക്കപ്പ് ആവാം നമുക്ക്, ഇത് ശരിയാവില്ല, ഇത് ശരിയാവത്തില്ല. കാരണം നിൻ്റെ അമ്മ മൊത്തം കലിപ്പും കാര്യങ്ങളാണ്. പിന്നെ നീ ഒറ്റ ദിവസം ഇട്ടും കൊണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് നല്ല വിഷമമാവും. എനിക്കില്ലെങ്കിൽ ഒരു തേപ്പ് കിട്ടിയിട്ടുള്ളതാണ്. ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരു തേപ്പൊക്കെ കിട്ടിയിട്ടുള്ളതാണ്, എനിക്ക് പറ്റൂല. അങ്ങനെ എനിക്ക് ഇത് മുന്നോട്ട് പോകണമെങ്കിൽ ഇപ്പം തന്നെ നീ നിൻ്റെ അമ്മേൻ്റെ പറ, ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ട് അപ്പം തന്നെ പോയി ഞാൻ കെട്ടാൻ ഇവനെയാണ് പറയാൻ പറഞ്ഞു. അവള് നേരെ പോയി പറഞ്ഞു. ആ സ്പോട്ടിൽ തന്നെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ തന്നെ നേരെ പോയി അമ്മ ഞാൻ കെട്ടുന്നത് ഇവനെയാണ് കേട്ടാ പറഞ്ഞു. ദാത്തി നെട്ടി. അപ്പം ആകെ തുടങ്ങിയിട്ട് 3-4 മാസത്തിൽ ഇതൊക്കെ ഞാൻ പറയണം. 3-4 മാസമായിട്ടുള്ളൂ. അപ്പോൾ അവള് നേരെ പോയി കാണിച്ച്. അപ്പോൾ ഓക്കെ ശരി മോനെ, മോൻ്റെ വീടൊക്കെ എവിടെയാണെന്ന് ചോദിച്ചാൽ അങ്ങനെ കുറേ സംസാരിച്ചു. അമ്മയൊക്കെ ഒരു വർഷം സംതിങ് ഒക്കെ സംസാരിച്ചു. അതിന് പിന്നെ കലിപ്പായപ്പോൾ ഞാനും തിരിച്ച് കലിപ്പാൻ തുടങ്ങി. എൻ്റെ കലിപ്പ് ഞാനാണെങ്കിൽ ഞാനും കലിപ്പാവും മാത്രം. ഇപ്പൊ അങ്ങനെ വീഡിയോ കോളിൽ വന്നിട്ട് അമ്മേനോട് പറയാൻ പറഞ്ഞല്ലോ. അപ്പോ ആ ഒരു ധൈര്യം എവിടെ നിന്നായിരുന്നു? അത് ഇഷ്ടപ്പെട്ട് പിടിച്ചു 12 വയസ്സില് അങ്ങനെ ഇഷ്ടപ്പെട്ട് അങ്ങനെ മെസ്സേജ് അയച്ച്. അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട് അങ്ങനെ എനിക്കിത് തന്നെ മതി എന്നൊക്കെ ഇതാക്കി അങ്ങനെ പറഞ്ഞതാണ്. അല്ല, അപ്പൊ ആ ഒരു ഇപ്പം അമ്മേന്റെ അടുത്തിട്ട് പോയി പറയല്ലേ, ഇപ്പം എന്റെ കൂടെ വീഡിയോ കോളിൽ ഇരിക്കുന്ന ആളെയാണ് ഇപ്പൊ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നതെന്നാ പറയുമ്പോ ആ ഒരു ധൈര്യം വേണ്ടേ? എന്താ വിളിക്കുക, ചേട്ടൻ എന്നാണോ? ഓക്കെ. അപ്പൊ വിഷ്ണു ആ വീഡിയോ കോളിൽ ഉണ്ടായിരുന്ന ഒരു ധൈര്യം ആയിരുന്നോ അമ്മേനോട് അത് പറയാൻ? അതല്ല, എനിക്ക് അമ്മ എന്നെ അടിക്കത്തൊന്നും ഇല്ല. എനിക്ക് അമ്മയോട് ഭയങ്കര ഫ്രണ്ട്ലി പോലെയാ. അങ്ങനെ ഞാൻ പറഞ്ഞതാ. അതുകൊണ്ട് എനിക്ക് എന്തും പറയാം. അപ്പൊ അമ്മ ഓക്കെ ചുമ്മാ അമ്മ വിചാരിച്ച സീരിയസ് അല്ല എന്ന്. ഓ, തമാശയാന്ന് വിചാരിച്ചു. പിന്നെ അമ്മയ്ക്ക് മനസ്സിലായി. അപ്പൊ പിന്നെ പ്രശ്നങ്ങൾ തുടങ്ങി. ഓക്കെ. എപ്പോഴായിരുന്നു മനസ്സിലായത് അമ്മയ്ക്ക് സീരിയസ് ആണ്? കൊറേ ഫോൺ വിളിയൊക്കെ ഇപ്പൊ മനസ്സിലായി. അന്ന് സ്വന്തമായിട്ട് ഫോൺ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അമ്മയുടെ ഫോൺ കട്ട് വിളിക്കും രാത്രി. അമ്മ ഉറങ്ങുമ്പോ ഫോണൊക്കെ എടുക്കും. ഓക്കെ. നിങ്ങൾ ആക്ച്വലി ഇപ്പം എത്ര വയസ്സ് ഡിഫറൻസ് ഉണ്ട് രണ്ടുപേരും? എനിക്ക് 25, ഇവൾക്ക് 19 പറയുമ്പോ 6 വയസ്സ് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ. ഈ ആ ഒരു അമ്മയോട് പറഞ്ഞ സമയത്തില്ലേ, വീഡിയോ കോൾ ചെയ്ത് പറയുന്ന സമയത്ത് എന്തായിരുന്നു അമ്മ? ഇപ്പൊ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം അമ്മയോട് എന്തായിരുന്നു അമ്മ? വഴക്ക് പറഞ്ഞോ അല്ലെങ്കിൽ തമാശയാന്ന് വിചാരിച്ചു? അത് നമുക്ക് അപ്പം നോക്കാം, പ്രായമാകുമ്പോ നോക്കാന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞോളൂ. അപ്പൊ നിങ്ങളിപ്പോ നിലവിൽ 7 വർഷത്തെ പ്രണയമായിരുന്നു? 7 വർഷത്തെ പ്രണയം. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം. അതും പ്രണയം തന്നെ. മൊത്തം 8 വർഷമായിട്ട് നിങ്ങൾ ഒന്നിച്ചുണ്ട് എന്നല്ല, ഒരു 3.5 കൊല്ലം വരെ ഞങ്ങൾ ഫോൺ വിളി മാത്രമേ ഉള്ളൂ. ആദ്യത്തെ 3.5 കൊല്ലം. പിന്നെ ഒരിക്കൽ കാണാൻ വേണ്ടി ഇവിടെ എന്നെ നൈസായിട്ട് ഇതാക്കിയല്ലേ. അപ്പൊ ഞാൻ പിന്നെ തൊട്ട് വരണ്ടല്ലേ. പിന്നെ ഒരു ദിവസം രാത്രി മെല്ലെ 12 മണിക്ക് കാണാൻ വരുന്നേ ചോദിച്ചു. പുള്ളി പറഞ്ഞു വായോ പറഞ്ഞു. അപ്പൊ ഇപ്പൊ തന്നെ ലൊക്കേഷൻ ഇട്ടോ പറഞ്ഞു. പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ലല്ലോ, 12 മണിയല്ലേ രാത്രി, ഇറങ്ങിയാലും പുറത്തല്ലേ, നീ ഇട്ടോ പറഞ്ഞു. അങ്ങനെ ഇട്ട് ഞാൻ അപ്പം തന്നെ ഞാനും എൻ്റെ കമ്പനിക്കാരനും വണ്ടി എടുത്ത് നേരെ വന്ന് ഇവളുടെ അമ്മയും എല്ലാവരും ഉമ്മറെ തന്നെ പോയി കാണാൻ പോകണം. അല്ലാണ്ട് ഒളിവും മറവൊന്നുമില്ല. അവളുടെ അമ്മ, അനിയൻ എല്ലാവരും ഉണ്ട്, മാമനും എല്ലാവരും ഉണ്ട്. ഞാൻ നേരെ പോയി വണ്ടി നിർത്തി കണ്ട് നേരെ വണ്ടിയിൽ നിന്ന് കറങ്ങാൻ വരണ്ട ചോദിച്ചു. അവൾ മിണ്ടാണ്ട് കയറി. അമ്മ മേപ്പെടുന്ന് നോക്കി. ഞാൻ എൻ്റെ കൂട്ടുകാരനെ അവിടെ ഇരുന്ന് ഞാൻ അവനെയും വിട്ട് വെള്ളിയും വിളിച്ച് ഞാൻ പോയി. ഓക്കെ. ഞാൻ ചെയ്യട്ടെ. ഇപ്പം രാവിലെ വിഷ്ണു വന്നു വിളിക്കാൻ വന്നു. അപ്പൊ വീട്ടിൽ അമ്മയുണ്ട്, അനിയനുണ്ട്, മാമനുണ്ട്, എല്ലാരും ഉണ്ട്. വീട്ടിലല്ല, വീട്ടിന്റെ ഫ്രണ്ടിൽ ബസ് സ്റ്റോപ്പില്. പക്ഷെ അവരൊക്കെ വീട്ടിലുണ്ടല്ലോ. അവരൊക്കെ ബസ് സ്റ്റോപ്പിൽ വന്നു. അപ്പം അവരുടെ മുന്നിൽ നിന്ന് ബൈക്കിൽ കയറി പോവാനുള്ള ആ ഒരു ധൈര്യം ആ ഒരു 12-13 വയസ്സുള്ള കുട്ടിക്ക് കിടന്നു വന്നേ. അത് ഞാൻ അമ്മയോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ അമ്മ കണ്ടില്ല, എന്റെ അനിയനാ കണ്ട. അവൻ പറഞ്ഞു കൊടുത്ത്. പിന്നെ ഞാൻ പറഞ്ഞ് അമ്മ വിചാരിക്കുന്ന അപ്പോഴും ഞാനത് വിട്ട് കളയും എന്നാ വിചാരിക്കുന്നത്. പക്ഷെ ഇത്രയും സീരിയസ് ആവുമെന്ന് അമ്മ അറിഞ്ഞില്ല. പിന്നെ ഞാൻ പോയിട്ട് വന്നപ്പോഴും എന്നെ കുറെ വരക്ക് പറഞ്ഞ് അടിക്കുകയൊക്കെ ചെയ്തു. പിന്നെ എനിക്ക് പേടിയില്ലാതായി, ഇത് തന്നെ മതി എന്നുള്ളൊരു ഇതായി. ആ സമയത്ത് ഇപ്പൊ പഠിക്കുന്നുണ്ടായിരുന്നില്ലേ? പഠിക്കുന്നുണ്ട്. ഏത് ക്ലാസ്സിലായിരുന്നു? ഞാൻ 8ലായിരുന്നു. 8. അപ്പൊ ആ ടൈമില് പഠിത്തം പ്രണയം എല്ലാം കൂടി എങ്ങനെ? അതുകൊണ്ട് ഞാൻ കുറെ തോറ്റു പോവുകയൊക്കെ ചെയ്യും.
എക്സാം എനിക്ക് എഴുതാനൊന്നും പറ്റില്ല, എപ്പോഴും ഫോണിൽ തന്നെ കളിയാവുണ്ട്. എനിക്ക് എക്സാം ഒന്നും നോക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാൻ ജയിച്ചൊന്നുമില്ല. +2 തോറ്റ്. +2 വരെ ഇപ്പൊ പഠിച്ചിട്ടുള്ളൂ? +1. +1. ഓക്കെ, +1 നിന്ന് +2 ആയില്ല. ആയില്ല. ഓക്കെ. പിന്നീട് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ വിഷ്ണുവിന് ഈ ഒരു സമയത്ത് എനിക്ക് വിഷ്ണുവിനെ മതി, അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടപ്പെടാനുള്ള കുറച്ച് ക്വാളിറ്റി ഉണ്ടാവല്ലോ ഒരു വ്യക്തിക്ക്, അതെന്തായിരുന്നു അമ്മേനെ അട്രാക്ട് ചെയ്ത ആ ക്വാളിറ്റി? ഫോട്ടോ മുടിയൊക്കെ ഞാൻ പണ്ട് കമ്മലും കാര്യങ്ങളൊക്കെ കുത്തിന്നെ, ഫുള്ള് സ്റ്റഡ് ഉണ്ടായിരുന്നു മുഖത്ത്. എല്ലാവിടെയും ഉണ്ട്. ഇവിടുത്തെ പാടൊക്കെ പോയി. ഇവിടുത്തെ മൂക്കുത്തി ഉണ്ടാവും, ഇവിടുത്തെ ഉണ്ടാവും, പിന്നെ ചെവി ഫുള്ളായിട്ട് സ്റ്റഡ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെയും പിന്നെ ഹെഡ് ലോക്കും പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവളൊക്കെ അപ്പോൾ വിചാരിച്ച് ഒറിജിനൽ മുടിയായിരിക്കും, നമുക്കെല്ലാം അറിയില്ലോ ഹെഡ് ലോക്ക് ആയിരുന്നു. അപ്പോൾ അവൾക്ക് അതൊന്നും അറിയില്ല. അപ്പം അങ്ങനെ ഇഷ്ടമാണ് പറഞ്ഞത്, അതൊക്കെ ഒറിജിനലാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ അടിച്ചു വിട്ടാൽ ഒറിജിനൽ തന്നെ. അപ്പം ആ ഒരു ഫോട്ടോ കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടത്, ഇദ്ദേഹത്തിന് മതി എനിക്കിന്ന്. അതല്ലാതെ വേറെ എന്ത് ക്വാളിറ്റിയാണ്? ഇപ്പം കുറെ നാൾ സംസാരിച്ചു കഴിയുമ്പോൾ നമുക്കൊരു വ്യക്തിന്റെ അടുത്ത് തോന്നുന്ന ഒരു കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവല്ലേ, അങ്ങനെ എന്തായിരുന്നു തോന്നിയത്? ലൈക്ക് നമ്മൾക്കൊരു ഇപ്പൊ ഒരാളുടെ കൂടെ ജീവിക്കുമ്പോൾ നമുക്കൊരു ധൈര്യം വേണ്ട, ഓക്കെ ഇദ്ദേഹം എന്നെ സംരക്ഷിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ സേഫ് ആയിരിക്കും എന്നൊരു തോന്നൽ വരണ്ടേ? അതെങ്ങനെയാ തോന്നിയത്? അത് എന്ത് പറഞ്ഞാലും കോമഡി ആയിട്ട് എനിക്ക് സംസാരമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട്. വിഷ്ണുവിടെ അതെ, എന്ത് പറഞ്ഞാലും കോമഡി ആയിട്ടൊക്കെ എടുക്കുന്ന, അപ്പൊ അങ്ങനെ കുറെ ഇഷ്ടപ്പെട്ട്, അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്, അങ്ങനെ ഞാൻ നോക്കിയത്. അതൊക്കെയാണ് ഇഷ്ടപ്പെടാനുള്ള ക്വാളിറ്റി. ഓക്കെ. ഇപ്പം ഈ 8 വർഷത്തിന് ശേഷം 7 വർഷം പ്രണയിച്ച് ഇപ്പൊ കല്യാണം കഴിഞ്ഞു, ഇപ്പൊ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ ചിന്തയിലൊക്കെ? ഒന്നും വന്നിട്ടില്ല, സെയിം അതുപോലെ തന്നെ. ഓക്കെ. വിഷ്ണുവിന് എന്തായിരുന്നു അമ്മേനെ ഇഷ്ടപ്പെടാൻ? എനിക്ക് പറഞ്ഞാൽ വോയിസ് കുഴപ്പമില്ല, ക്യൂട്ടാണ്, പിന്നെ അത്യാവശ്യം കാണാൻ കുഴപ്പമില്ല, ചന്തമുണ്ട്, പിന്നെ ഒന്ന് തേപ്പും കിട്ടിയതാണ്. പിന്നെ അതൊന്നും ആലോചിച്ചു, പിന്നെയും കുഴപ്പമൊന്നുമില്ല. എനിക്കൊരു തേപ്പ് കിട്ടിയിട്ടില്ല എന്നല്ല. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, നോക്കണ്ടേ 2 വർഷം ആലോചിച്ചു, നോക്കാം എന്തായാലും, ഒന്ന് ചൂണ്ടിയാലും ഒന്ന് ഇട്ട് നോക്കാം, കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ഇല്ല, പോയാൽ പോയി കൊണ്ട് അങ്ങനെ കുറേ സംസാരിച്ചു, ഇഷ്ടപ്പെട്ട്. പിന്നെ വാശിയായി, അത് കെട്ടാൻ കാരണം കൊണ്ട് അമ്മ തന്നെയാണ്. ഞാനും വെറുതെ ഇങ്ങനെ നോക്കാം, എത്ര പോകും നോക്കാമല്ലോ, കെട്ടണമെങ്കിൽ കെട്ടാം, ഇല്ലെങ്കിൽ പോകണമെങ്കിൽ പോട്ടെ കൊണ്ട് ഞാൻ ആ മെയിൻറ്റിൽ ഇങ്ങനെ ഇട്ടതാണ്. പിന്നെ ഇവളുടെ അമ്മ നെയ്സി വിളിച്ചുകൊണ്ട് നീ കെട്ടാൻ പറ്റും, നീ ആണാണെങ്കിൽ കെട്ടുക, അങ്ങനെ ഇങ്ങനെ കൊണ്ട് പിന്നെ എൻ്റെ അടുത്ത് വെല്ലുവിളി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ആണെന്നെയാണ്, അത് ഞാൻ എന്തായാലും തെളിയിച്ചു തരാം, ഞാൻ എന്തായാലും കെട്ടുണ്ടാവുക പറഞ്ഞു. അപ്പോൾ ആവാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ വേറൊരു കമ്പനിക്കാരനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 3 മാസം 4 മാസം കഴിഞ്ഞ് ഞാൻ കമ്പനിക്കാരനെ കാണാൻ വന്നപ്പോൾ ഇവള് വിളിച്ച്, കൊറോണ സമയം, നല്ല കൊറോണയാണ്. അപ്പോൾ ഇവള് വിളിച്ചപ്പോൾ എവിടെയാണ് ചോദിച്ചു. ഞാൻ അത്ര ദിവസം തമിഴ്നാടായിരുന്നു, വെൽഡിങ് വർക്കായിട്ട്. അപ്പോൾ പണ്ട് വെൽഡിങ്ങിന് പോകും. അപ്പോൾ ഞാൻ അവിടെ കോയമ്പത്തൂരായിരുന്നു. അപ്പോൾ ഇവള് വിളിച്ചപ്പോൾ തമിഴ്മാരായിട്ട് മലയാളം പറയുന്നു. രാവിലെ തന്നെ വിളിച്ചപ്പോൾ ഇവള് പറഞ്ഞു എവിടെയാണ് ചോദിച്ചു, നാട്ടിലെത്തിയല്ലോ പറഞ്ഞു. ഞാൻ മുതൽ എറണാകുളത്ത് മറൈൻ ഡ്രൈവിലുണ്ട്, ഫോണിൽ ചാർജ് ഇല്ല, ഞാൻ ചാർജ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഞാൻ വണ്ടിയിലാണ് വന്ന്. അപ്പോൾ ഞാനും വരണമെന്നായി ഇവള്. ഇപ്പോൾ ബസ്സൊന്നും കുറച്ച് ഓടില്ല, ഓട്ടോ മാത്രം, അങ്ങനത്തെ സിറ്റുവേഷനാണ്. ഞാനും വരുന്നുണ്ട്, ഇപ്പം തന്നെ വരുമ്പോൾ റെഡി ആയിപ്പോൾ ഇവളുടെ അമ്മ എവിടേക്കാണ് ചോദിച്ചപ്പോൾ ഇന്നപോലെ അവനെ കാണാനാണ് പറഞ്ഞപ്പോൾ അവളുടെ അമ്മ നേരെ സംസാരിക്കണം പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവളുടെ അപ്പോഴും ചോദിച്ചു, എടി വാവേ ഇന്നൊരു സീനാണ്, നിൻ്റെ അമ്മയാണ്, വിശ്വസിക്കാൻ പറ്റത്തില്ല, എന്തെങ്കിലും കലിപ്പാക്കുമോ എന്ന് ഞാൻ ചോദിച്ചു. ഇല്ലടാ അമ്മ നല്ല മൂഡിലുണ്ടാവുന്നു, നല്ല മൂഡിൽ തന്നെ ജയിലിലും കയറ്റി തന്നെ. ജയിലിൽ കയറ്റി? പിന്നെ നേരെ പോലീസ് വിളിച്ച് എൻ്റെ മുന്നേ തന്നെ സ്ക്വാഡിനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മറൈൻ ഡ്രൈവിൽ. ഞാൻ നേരെ എൻ്റെ 2 കമ്പനിക്കാരുണ്ട്, ഞാൻ എൻ്റെ പറഞ്ഞ ഒരു 10 അടി ബാക്കിൽ നടന്നു, എന്തെങ്കിലും കലിപ്പായി കഴിഞ്ഞാൽ നിങ്ങൾ വണ്ടി എടുത്ത് പോവാ, ഞാൻ അപ്പുറത്ത് ഓടിക്കോളാ പറഞ്ഞു. പിക്ക് ചെയ്തു, കാരണം ഞമ്മ കാരണം കൊണ്ട് ഒരുത്തിനും കൂടി പ്രശ്നത്തിൽ പെടണ്ടല്ലോ. എൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് നോക്കിയാൽ മതി, ഇല്ലെങ്കിൽ അവൻ്റെ വീട്ടുകാരനും കൂടി ശാപം വെറുതെ വലിച്ചു വാരി കെട്ടണ്ടല്ലോ കൊണ്ട് അവനെ ബാക്കിൽ വിട്ട് ഞാൻ ഫ്രണ്ടിൽ നിന്ന് നടന്ന് നേരെ വീടിനെ കണ്ട് അമ്മേനെയും കണ്ട്. അമ്മേൻ്റെയും ഞാൻ സംസാരിക്കില്ല, നേരെ വീടിൻ്റെ അടുത്ത് പോയി കണ്ട് എടി വാവി നിൻ്റെ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ പറയാൻ പറ, ഞാനും അതിനുള്ളത് മറുപടി കൊടുക്കാൻ വേണ്ടിട്ട് കയ്യും കെട്ടി ഇങ്ങനെ നിന്ന് ഇവനെ പിടിക്കും വേണ്ടിട്ട് ഒരു ഒച്ചയായി. നോക്കുമ്പോൾ കോപ്സും കാര്യങ്ങളൊക്കെ ആണെന്ന് എനിക്ക് മിന്നി. ഞാനപ്പോൾ തന്നെ ഓടിയ വഴിക്കാൻ ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്കിൽ നോക്കി. അപ്പോൾ ഇവളും ഓടി വന്നു, നേരെ ഇവളെ ഓടിയപ്പോൾ അമ്മ ജസ്റ്റ് ഒന്ന് പിടിച്ച്, അപ്പം അമ്മനെ മെല്ലെ തള്ളിയിട്ടും കൊണ്ട് ഇവള് നേരെ ഓടി വന്നായി. ഇവിടെ നേരെ ഓടി വന്ന് ഞങ്ങൾ 2 പേരും പോയി നമ്മുടെ കായലില്ല, അപ്പുറ സൈഡ് MG റോഡ് പോകുന്ന സൈഡ്, അവിടെ നമ്മൾ കമ്പനിക്കാർ എത്തിയായി. അപ്പോൾ എത്തിയപ്പോൾ ഞാൻ ഇവിടെ ഒരു 10 മിനിറ്റ് കൊണ്ട് സംസാരിച്ചിട്ട് നമുക്ക് ഇപ്പം തന്നെ വീട്ടിൽ കൊണ്ടാക്കാം, ഞാൻ കൊണ്ടാക്കാം, ഇവിടെ നിൽക്ക് കിട്ടാ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ടും തിരിയുമ്പോഴേക്കും അവർ കാണാൻ പൊടി കിടക്കൂല, അവന്മാരും മുങ്ങി. അവന്മാർക്ക് മനസ്സിലായി സീനാണ്, കലിപ്പാണ് പറഞ്ഞപ്പോൾ എൻ്റെ ഫോണും എല്ലാം അവൻ്റെ ആ വണ്ടിയിലാണ്, മഴയായിരുന്നു ആ സമയത്ത്, ഡിക്കിയിലാണ് മൊത്തം കാര്യങ്ങളും. ഇവരതും കൊണ്ട് മുങ്ങിയ വഴിക്ക് ഞാനും ഇവിടെ ഒരു 7 മണി വരെ ഞങ്ങൾ ഇവിടെ തന്നെ എറണാകുളത്ത് തന്നെ കറങ്ങിക്കൊണ്ടിരുന്നു. 7 മണി കഴിഞ്ഞ് ഇവളുടെ അമ്മ വിളിച്ച ഒരു 6:30 7 മണി ആവുന്ന സമയത്ത് വിളിച്ചപ്പോൾ ഞങ്ങൾ ഇതാ സുഭാഷ് പാർക്കിൻ്റെ ഫ്രണ്ടിലുണ്ട് പറഞ്ഞു. പെട്ടെന്ന് ഇവളുടെ അമ്മ വന്നു, ഞങ്ങൾ നിർത്തി കുറേ വഴക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ മകളെ തട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ എനിക്ക് എപ്പോഴോ ഇവിടുന്ന് പൊടി പോലെ പോകുമായിരുന്നു, എനിക്കൊന്നും കിട്ടത്തില്ല എന്നെ. ഞാൻ പിന്നെ ഇവിടെ നിൽക്കാൻ കാരണം എനിക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് ഇല്ല, ഞാൻ കെട്ടുമ്പോൾ ഞാൻ കെട്ടിക്കോളാം, വയസ്സാവട്ടെ,
ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് കഥയും പറഞ്ഞ് നിന്നപ്പോൾ തള്ളയും എന്നെയും വിശ്വസിപ്പിച്ച്. തള്ള പറഞ്ഞു നിന്നെ പോലീസിലൊന്നും ഞാൻ കൊടുക്കില്ല, നിന്നിപ്പോൾ ബസ് കയറ്റി വിടാം. ഞാൻ ബസ് എവിടെ നിന്നാണ്, എനിക്ക് ഫോൺ വേണം, ഒന്നില്ലെങ്കിൽ ഇവളുടെ ഫോൺ വേണം. അപ്പോൾ ഇവൾക്ക് പറ്റൂല. അപ്പോൾ ഇവളുടെ കയ്യിൽ ചെറിയൊരു ഫോണുണ്ട്. ഇവളുടെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവൾക്ക് തരാൻ കുറച്ച് മനസ്സുണ്ട്. അപ്പോൾ ഇവളുടെ അമ്മ പറയില്ല നീ കൊണ്ടുപോയി വിൽക്കും. ഞാൻ കൊണ്ട് വിൽക്കാൻ ഇവിടെ കടവേണ്ടേ, ഈ ലോക്ക്ഡൗൺ സമയത്ത് എവിടെ കൊണ്ടുപോയി ഞാൻ വിൽക്കുക, എനിക്ക് വിളിക്കാനാണ് 2-3 കോൾ ചെയ്യണം, അപ്പോൾ എന്നെ പിക്ക് ചെയ്യാനുള്ളവർ ഇവിടെ എത്തിക്കോളും. ഇവളുടെ അമ്മയാണെങ്കിൽ പറ്റൂല, ഞാൻ ഇപ്പം നിന്നെ എങ്ങനെയും കയറ്റി വിടാം, ഇപ്പം നിന്നെ കയറ്റി വിടാൻ വേണ്ടിയിട്ട് നിർത്തിയും കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോന്നു. ഞാൻ നേരെ ഓടിയപ്പോൾ ഞാൻ ഓടി. ഞാൻ ഇവിടുന്ന് നമ്മുടെ സെൻറ്റ് തെരേസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നേരെ സുഭാഷ് പാർക്കിൻ്റെ കുറച്ചപ്പുറത്തെത്തി. പിന്നെ മനസ്സിൽ തോന്നി ഇനി ഇവളുടെ അമ്മ പറഞ്ഞാലാ, ഒരു പോലീസുകാരൻ വന്നപ്പോൾ തന്നെ ഇട്ടേച്ച് ഓടി, ഇനി ജീവിതകാലം ഫുള്ള് നിന്നെ എങ്ങനെ നോക്കുന്നു. ഞാൻ അപ്പം തന്നെ റിട്ടേൺ ഓടിയ സ്പീഡിൽ ഇതിന് തിരിച്ചു വന്നു. ജീപ്പ് അപ്പം മൂവ് ആകണു. സാറേ ഞാനും ഉണ്ട് കൊണ്ട് കയറി മിണ്ടാണ്ട് പോയി. അങ്ങനെ ഒരു 9 മാസം കാക്കനാട് ജയിലില് സുഖമായിട്ടിരുന്നു, കുഴപ്പമൊന്നുമില്ല. വീട്ടുകാർ പിന്നെ സപ്പോർട്ടൊന്നുമില്ല. വീട്ടുകാർ അവർക്ക് അറിയില്ല സപ്പോർട്ടല്ല എന്നല്ല, അവർക്ക് ഇങ്ങനെ ഒരു വിദ്യാഭ്യാസം കാര്യങ്ങളൊന്നുമില്ല, പണ്ടത്തെ ആൾക്കാരാണല്ലോ. അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വന്ന് നോക്കാനും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. പിന്നെ അങ്ങനെ ജയിലിലായി 9 മാസം നിന്ന് ഇറക്കി. ഇവിടെ തന്നെ ഇറക്കി കേട്ടോ. ഇവിടെ അമ്മൻ്റെ തല്ലുകൂടി മൊത്തത്തിൽ സീനാക്കി തന്നെ ഇറക്കി ഒക്കെ ചെയ്തു. എന്താണ് 9 മാസം കടന്നു. അല്ല 9 മാസം എന്തിനായിരുന്നു ജയിലിട്ടത്? ബോസ്കോ കേസിൽ. പോസ്കോ കേസിലോ? ഓ പ്രായപൂർത്തിയാവാത്തതിന്. അപ്പൊ അവർ എന്ത് പറഞ്ഞായിരുന്നു കേസ് കൊടുത്തത്? എന്റെ പെണ്ണ് മിസ്സിംഗ് ആയി പറഞ്ഞു. മോള് മിസ്സിംഗ് ആണ്, ഒരുത്തും തട്ടിക്കൊണ്ട് പോയിന്നേ. ഇവള് ഓടി വന്നാണ്. ഞാൻ ഓടിയപ്പോ ഞാൻ നോക്കിയപ്പോ ഇവള് ഓടി വന്ന, അതിന് ഞാൻ തട്ടിക്കൊണ്ട് പോയിന്നേ. അപ്പോൾ വീഡിയോ ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. തട്ടിക്കൊണ്ടുപോയി വന്നിട്ട് അങ്ങനെ പാലക്കാട് സ്വദേശി ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട് അങ്ങനെ ഇങ്ങനെ വന്നിട്ട്. അപ്പോൾ വീട്ടുകാർക്കും ചെറുതായി ചടപ്പായി. പെണ്ണ് കേസല്ലേ, ആരാണെങ്കിലും ഇതാവുമല്ലോ. പിന്നെ എനിക്ക് 2 ചേച്ചിമാരുണ്ട്, അവൻ്റെ കല്യാണം കാര്യങ്ങളൊക്കെ നോക്കേണ്ട സമയത്ത്. അപ്പം എന്നെ ഇറക്കിയൊന്നുമില്ല, ഞാനും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഒരാണാണല്ലോ, ഞാൻ എങ്ങനെയാണെങ്കിൽ ഇറങ്ങും. ഞാൻ ഇവിടെ നിന്ന് പണിയെടുത്ത് ഒരു 15,000 റുപ്യ ഒപ്പിച്ച് പണിയെടുത്ത് അതിൻ്റെ ഉള്ളിൽ പൈസ ഇടും. 15 റുപ്യയായി. ഞാൻ ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇവർ ഇപ്പം ഇറക്കാൻ വേണ്ടി പിന്നെയും 2 മാസം വൈകിപ്പിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് ഭ്രാന്താവാൻ തുടങ്ങി. കാരണം ജാമ്യക്കാനെ കിട്ടാനില്ല, കാരണം ഇതിന് കയറ്റി നിർത്താനുള്ള ആൾക്കാരെയും വക്കീലിനെയും കാര്യം കിട്ടണില്ല. അതാണ് സംഭവം പ്രശ്നം. ഞാൻ അകത്താണല്ലോ, എനിക്കിതൊന്നും അറിയില്ല. ഞാൻ 4 ചുമര് മാത്രമല്ലേ കാണുള്ളൂ, ഇവരെ പുറത്ത് നിൽക്കണം. അവസാനം ഇറക്കിയ സമയത്ത് ഓളും ഉണ്ടായിരുന്നു പുറത്ത്, ഇവളുടെ അമ്മയുണ്ടായിരുന്നു, വക്കീലുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ഇറക്കി. ഈ 9 മാസം വിഷ്ണു ജയിലിൽ കിടന്നപ്പോ എങ്ങനെയായിരുന്നു അമ്മയുടെ ആ 9 മാസം? കുറെ കരയുമായിരുന്നു. അവസാനം പിന്നെ ഫുഡൊന്നും കഴിക്കാതെ ഇരുന്നിട്ട് അമ്മ ഇറക്കി. അതൊക്കെ കൊണ്ട് അമ്മ ഇറക്കിയത്. 9 മാസം വരെ വെയിറ്റ് ചെയ്തു അമ്മ. അതെ. ഓക്കെ. അതിനിടയിൽ അമ്മയൊക്കെ എപ്പോഴെങ്കിലും മനസ്സ് മാറി അല്ലെങ്കിൽ എന്തെങ്കിലും ഇനി ഇതെന്താവും അങ്ങനെയുള്ള പേടിയൊക്കെ തോന്നിയിട്ടുണ്ടോ? അതിന്റെ ഇടയിൽ ചെറുതായിട്ടൊന്നും ബ്രേക്കപ്പ് ആയിരുന്നു. അപ്പൊ വേറെ ആളെ നോക്കി ജയിലിൽ അതിന്റെ ഇടയിൽ ട്വിസ്റ്റ് ഉണ്ട്. ഞാൻ വയനാട് വർക്ക് ചെയ്യല്ല, വയനാട് ഞാൻ ചുമ്മാ പോയ സമയത്ത് ഇവള് പറഞ്ഞു ഇവളുടെ അനിയൻ എന്തോ സുഖമില്ല എന്നൊക്കെ എൻ്റെ കയ്യിൽ പറഞ്ഞു. എങ്ങനെയാണ് അനിയന് സുഖമില്ല, ഞങ്ങൾ ഹോസ്പിറ്റലിലാണ്, ഹോസ്പിറ്റലിൻ്റെ അവിടെ റൂം എടുത്ത് അങ്ങനെ നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനും കുഴപ്പമില്ല, ഞാൻ 2 ദിവസം ഇങ്ങനെ അവിടെ എത്തിക്കോളാം, എന്തായാലും എത്താൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ വാട്ടാന്നൊക്കെ പറഞ്ഞ് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് എടാ എന്നെ തല്ലണു, അങ്ങനത്തെ ഒരു ആക്ടിങ് പിന്നെ ഒരുപാടുണ്ട് കയ്യിൽ. തെണ്ടിത്തരമൊക്കെ ഉണ്ട്, തെണ്ടിത്തരം കുറേ ഉണ്ട് കയ്യിൽ. അപ്പോൾ ഇവിടെ എന്നെ തല്ലണു അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോൺ നിലത്ത് വീണ പോലെ ഫോൺ ഒറ്റൊരു സ്വിച്ച് ഓഫ് ആവല്. പിന്നെ ഞാൻ ഇവിടെ ഒരു പൊട്ടനെ പോലെ ഞാൻ ഇവിടെ എറണാകുളത്ത് വന്ന് തിരിയന്നെ ഇവിടെ വീടിൻ്റെ അവിടെയൊക്കെ പോയി നോക്കാൻ ആള് കാണാനില്ല, ആള് എങ്ങോട്ടും കാണാനില്ല. എവിടെ നോക്കിയാലും എനിക്ക് വീട് കറക്റ്റായിട്ട് അറിയില്ല, ആ വീടിൻ്റെ വഴികൾ അറിയാം. ഈ വഴി കൂടെ ഞാൻ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. പിന്നെ അവിടെ ആന്റി ചോദിച്ചു എന്നെ തല്ലി കിട്ടിയാലോ കൊണ്ട്, ചെറിയ പെണ്ണുമല്ലേ, ഞാൻ തേടിപ്പോയി അടി വാങ്ങണ്ടല്ലോ കൊണ്ട് ഞാൻ മിണ്ടാണ്ട് അവിടെ തന്നെ കുറേ നിന്ന്. ഞാനും എൻ്റെ വേറെ കമ്പനിക്കാരനുണ്ടായിരുന്നു, அவங்க സപ്പോർട്ട് ആയിരുന്നു എനിക്ക്. അപ്പം അങ്ങനെ നിന്ന് കുറേ നോക്കി, ഇവിടെ കാണാനില്ല. അപ്പം ഞാനും കുറേ ഇങ്ങനെ നോക്കി പിന്നെ സൂസൈഡ് അറ്റംപ്റ്റ് ഒക്കെ നോക്കി കൂട്ടുകാരനെ ചുമ്മാ ഞാൻ വേണമെങ്കിൽ കൂട്ടുകാരനെ വിളിച്ചു എന്നെ ചോദിക്കും. ഞാൻ അങ്ങനെ ഇതൊക്കെ നോക്കി. എനിക്ക് മെൻ്റലി കാരണം അത്ര ഇഷ്ടമായിരുന്നു, ഏറ്റവും ഇഷ്ടമായിരുന്നു. കാരണം എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എൻ്റെ മുത്തശ്ശി, അച്ഛൻ്റെ അമ്മ. അച്ഛൻ്റെ അമ്മ മരിച്ചതിന് ശേഷമാണ് പിന്നെ ഇവളിനെ ഞാൻ നോക്കാൻ തുടങ്ങി. അങ്ങനെ നല്ല ഇഷ്ടപ്പെട്ട് സെറ്റായിട്ട് ഞാൻ വരുമായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട് ഇവളെന്നെ മതി അങ്ങനെ അങ്ങോട്ട് ഇവളാണ് ലോകം മൊത്തം. അങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരാളില്ല പറയുമ്പോൾ അതിൻ്റെ ഒരു വിഷമം ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് അങ്ങോട്ട് മൊത്തത്തിൽ റിലേ പോയി. പിന്നെ ഒരു 3 മാസം 4 മാസം കഴിഞ്ഞിട്ട് മെല്ലെ വിളിച്ച് പറഞ്ഞ ഇവിടെ മെല്ലെ ഞാൻ ഫേസ്ബുക്കിൽ എപ്പോഴും തെറിയും കാര്യങ്ങളും സ്റ്റാറ്റസ് ഇടാം. അങ്ങനെ സ്റ്റാറ്റസും കാര്യങ്ങളും ഇടുന്ന സമയത്ത് ഇവിടെ പക്ഷേ മറ്റേ തെറി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിലൊക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങനെ ഗേൾസിനെ കുറിച്ചും അങ്ങനത്തെ വീഡിയോസ് ഞാൻ അങ്ങനെ കുറേ ഞാൻ അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഫേസ്ബുക്കിൽ ഇങ്ങനെ. അപ്പം ഞാൻ അയക്കണ ഇതൊക്കെ കാണുന്നുണ്ട്. ഇവളുടെ അമ്മേൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ വാവ എവിടെയാണ് വിളിക്ക് പ്ലീസ് കൊണ്ട് കുറേ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ പറഞ്ഞാൽ ലാവിശ്യം മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണുന്നുമുണ്ട്, പക്ഷേ റിപ്ലൈ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവളുടെ അമ്മയാണ്. അപ്പോൾ ഞാൻ തന്നെ സൗണ്ട് മാറ്റി
എൻ്റെ ചെറിയച്ഛനാക്കിയിട്ട് ഞാൻ തന്നെ എൻ്റെ ചെറിയച്ഛനാക്കിയിട്ട് ഇവളുടെ അമ്മേനെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അവള് ഡാത്തി പറഞ്ഞു ഇവിടെ ഇല്ല, അഞ്ചൊന്നും ഇവിടെ ഇല്ല, അവളൊക്കെ മാറ്റി നിർത്തിയിരിക്കുകയാണ്, അതുകൊണ്ട് ഒരു സൗണ്ടും കേൾക്കണില്ല. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ വിളിച്ചോന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒച്ചപ്പാടെങ്കിലും കേൾക്കൂല. അപ്പോൾ ഞാനും വിചാരിച്ചു ആ ശരി മാറ്റി നിർത്തിയിരുന്നു എവിടെയെങ്കിലും പറഞ്ഞിട്ട് ഞാൻ AC കട്ടാക്കി. പിന്നെ ഞാൻ ചേട്ടനാക്കി വിളിച്ചു, എൻ്റെ ചേട്ടനായിട്ട്. ഇങ്ങനെ ഒരു ചേട്ടനായിരുന്നില്ല, ചേച്ചിമാർ മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നെയും വിളിച്ചു, എന്തെങ്കിലുമൊക്കെ അറിയാമല്ലോ, സത്യം അറിയാമല്ലോ കൊണ്ട് വിളിച്ചപ്പോൾ ഒരു വേയില്ല. അത് കഴിഞ്ഞിട്ട് നല്ല ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ നേഴ്സിൽ തമിഴ്നാട് കൊട്ടാൻ പോകും ഞാൻ ശിങ്കാരികളും. അപ്പോൾ അവിടെ ഞാൻ തമിഴ്നാട് ഇങ്ങനെ പരിപാടി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അന്നടക്കം ഞാൻ ഇതെപ്പോൾ വിളിച്ചാലും അച്ചോട്ടൻ പറയാം, അന്നടക്കം ഞാൻ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവളുടെ വിളി, പെട്ടെന്നൊരു പ്രതീക്ഷയില്ലാണ്ട്. ഇവളുടെ നമ്പർ എനിക്കറിയാം, എല്ലാ നമ്പറും അറിയാം. പെട്ടെന്ന് വിളിച്ചപ്പോൾ ഞാൻ എന്നാലും ഇവള് ആരാണെന്ന് ചോദിക്കണമല്ലോ, ആരാന്ന് ചോദിച്ചപ്പോൾ ഞാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു എവിടെയായിരുന്നു, വണ്ടി നിർത്തിച്ച് ട്രാവലർ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ട്രാവലർ പാട്ടും കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു വണ്ടി നിർത്തിക്കോ, വണ്ടി ഇനി മുന്നോട്ട് പോകേണ്ട പറഞ്ഞിട്ട് നേരെ ഇറങ്ങി പുറത്ത് നിന്ന് എവിടെയാണ്ടി നീ, എന്തൊക്കെയാണ് സംഭവം, നീ എത്ര ദിവസമായി നീ വിളിച്ചിട്ട്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഇവള് പറഞ്ഞു ഞാൻ മാറി നിൽക്കുകയായിരുന്നു, എന്നെ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു അങ്ങനെയൊക്കെ. പിന്നെ സത്യം പറഞ്ഞു കേട്ടോ, എനിക്ക് ഇന്നും പോലെയായിരുന്നു. അമ്മ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയപ്പോൾ കുറേ കാര്യം പറഞ്ഞു. ആദ്യം ഇങ്ങനെ കള്ളം പറഞ്ഞു, പിന്നെ സത്യവും പറഞ്ഞു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാനും പറഞ്ഞു ആയിക്കോട്ടെ, ഇനി നീ പോവില്ല എന്ന് ഉറപ്പാണെങ്കിൽ നോക്കാം, ഇല്ലെങ്കിൽ എനിക്ക് ഒന്നും കൂടി വിഷമിക്കാൻ വയ്യടി, തീർച്ചയായിട്ടും എനിക്ക് വയ്യ അങ്ങനെ പറഞ്ഞു. ഇനി ഒരിക്കലും പോവില്ല പറഞ്ഞു. അങ്ങനെ തന്നെ സെറ്റായിട്ട് നിന്നു. അങ്ങനെ വീണ്ടും സെറ്റായി. അപ്പോൾ അതിന്റെ ഇടയിൽ എവിടെയാ ബ്രേക്കപ്പ്? ഇതാണ് ബ്രേക്കപ്പ് ഉദ്ദേശിച്ചത്. സംഭവം നോക്കി പറഞ്ഞാൽ നോക്കിയിട്ടൊന്നും ഇല്ല കേട്ടാ. സംഭവം ഇപ്പൊ ആരാണെങ്കിൽ ഇപ്പൊ ഒരു മിനിറ്റ്, ഏത് പെണ്ണിനെ? ഒരു പെണ്ണിനെ നോക്കി, വിഷ്ണു. അതെ, അതൊന്നും എന്റെ അടുത്ത് പറഞ്ഞില്ല. പിന്നെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത്, അങ്ങനെ ഞാൻ അറിഞ്ഞത്. നോക്കി കള്ളം പറഞ്ഞാണെങ്കിലോ? സത്യം പറഞ്ഞ ആ പെണ്ണ് വിളിച്ചോ? അയ്യേ നോക്കി എൻ്റെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു. ആ പെണ്ണ് പേര് വെളിപ്പെടുത്തുന്നില്ല, മെസ്സേജ് അയച്ചും കൊണ്ട് അങ്ങനെ സംസാരിച്ച് എവിടെയാണ് സ്ഥലം എന്നൊക്കെ ചോദിച്ചു. ഞാനും ഇങ്ങനെ ചുമ്മാ ചാറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഞാനല്ല ചാറ്റ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ. പിന്നെ എൻ്റെ വേറെ കമ്പനിക്കാരനുണ്ട് വിഷ്ണു. അല്ല കുറച്ചൊക്കെ അവനെ മെസ്സേജ് അയച്ചു, കാരണം എനിക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല, ഞാൻ വോയിസ് മാത്രമേ അയക്കുള്ളൂ. ഞാൻ ഉള്ളു ഓപ്പണായി പറഞ്ഞത്, ഞാൻ ടൈപ്പ് ചെയ്യത്തില്ല. ഞാൻ വോയിസ് ഇഷ്ടമല്ലെന്നല്ല, എനിക്ക് കുറച്ച് ഞാൻ അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കൊച്ചിയിൽ നിന്ന് അടിച്ച കൊയിലാണ്ടി എന്നൊക്കെ പോകും. അപ്പം അങ്ങനെ അത് കാരണം കൊണ്ട് ഞാൻ ടൈപ്പിങ് ചെയ്യില്ല, ഞാൻ വോയിസ് മാത്രം ചെയ്യുള്ളൂ. അപ്പോൾ ഇവനെ ടൈപ്പ് ചെയ്യാം, ഞാൻ ഇവൻ്റെ ഇടാ ഒരു പെണ്ണ് മെസ്സേജ് ഉണ്ട് നോക്കിയിട്ടാ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഞാനാണ് പറഞ്ഞിട്ട് അവൻ്റെ പേരും വിഷ്ണു ആണ് കേട്ടോ. അതിൽ അവനാണ് ഇവിടെ വന്നിട്ട് എന്നെ ഇട്ടിട്ട് പോയത്. പക്ഷെ ഇറങ്ങിയ വഴിക്ക് നേരെ അവർ വീട്ടിൽ കയറി ഞാൻ, കാരണം എനിക്ക് അറിയണം എന്താ സത്യാവസ്ഥ എന്ന് അറിയണ്ടേ എനിക്ക്. അങ്ങനെ പോയി, അങ്ങനെ അവൻ മെസ്സേജ് അയച്ച് പിന്നെ ഇങ്ങനെ സംസാരിച്ച് അവൾ വിളിക്കാൻ തുടങ്ങി. വിളിച്ചില്ല എന്നല്ല, വീഡിയോ കോളൊക്കെ ചെയ്ത്. അപ്പോൾ ഞങ്ങൾ സംസാരിച്ച് ഇങ്ങനെ ഓക്കെയാണ്, ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞില്ലടി ഞാൻ ഒരു പ്രണയത്തിലായിരുന്നു, ഇപ്പോൾ ബ്രേക്കപ്പായി, ഞാൻ നോക്കട്ടെ അവൾ വരുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അവളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അവളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്നല്ല, അതൊന്നും കുഴപ്പമില്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് അവളും സെറ്റായിട്ട് നിന്നു. പക്ഷെ എന്നെ ഇങ്ങോട്ട് അവള് എൻ്റെ മേലെ സിൻസിയർ ആയിരുന്നു പിന്നീടാണ് ഞാൻ അറിയുന്നത്. ഞാൻ ചെറുതായിട്ട് മാറിയപ്പോൾ അവള് നേരെ ഇവളുടെ വീട്ടിലേക്ക് വിളിച്ച് ഇവളുടെ അടുത്തൊക്കെ വിളിച്ചും കൊണ്ട് ഇവളുടെ അമ്മേൻ്റെ കയ്യിലൊക്കെ സംസാരിച്ച്. അപ്പൊ ഞാൻ അകത്തായിരുന്നു, ഞാൻ ജയിലിൽ എന്നെ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവങ്ങൾ ഇവളിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതല്ല, ഇവള് വന്നപ്പോ തന്നെ ഞാൻ അവളിനെ ഒഴിവാക്കി വിട്ടു. ഇവള് മെസ്സേജ് അയക്കുമ്പോൾ മൊത്തം ഞാൻ നോക്കുന്നില്ല, അങ്ങനെ നോക്കിയാലും ഒന്നും റിപ്ലൈയും കൊടുക്കില്ല, ഒന്നും കൊടുക്കില്ല. ഇവളുടെ അടുത്താണ് 24 മണിക്കൂറും ബിസിയും ആയില്ലേ. അപ്പൊ അവള് ചോദിക്കുന്നുണ്ട് ആരാണ് കുറേ ചോദിച്ചു. ഞാൻ പറഞ്ഞുമില്ല, അങ്ങനെ ഇതാക്കി വിട്ട് കറക്റ്റ് ഞാൻ പോയി ലോക്കായും ചെയ്ത് അവൾക്ക് നേരെ എൻ്റെ കൂടെ നിന്ന് കമ്പനിക്കാരൻ തന്നെ വീട്ടിൽ നിന്ന് നമ്പർ അയച്ചു കൊടുത്തു, ഇവളുടെ നമ്പർ എല്ലാ നമ്പർ അയച്ചു കൊടുത്ത്. അങ്ങനെ നേരെ അവള് നേരെ ഇവളിനെ വിളിച്ചു. ഇവളിനെയാണ് അമ്മേനെയാണ് അതെനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അമ്മേനെ വിളിച്ചു, എന്ത് പറഞ്ഞു? എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ കുറെ നാളായിട്ട് ഇഷ്ടത്തിലായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങള് കുറെ നാളായി, ഇതിപ്പോ തുടങ്ങിയതല്ലേ, അപ്പൊ എനിക്ക് വേണോ അവനെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പോടിയെ വെച്ചിട്ടൊന്നും. ഞാൻ ചോദിക്കട്ടെ അമ്മയാ, ഇപ്പൊ ഇങ്ങനെ നമ്മളിപ്പോ ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആകുമ്പോൾ ഒരു പ്രോപ്പർ ആയിട്ട് ഇനി ഇല്ല എന്നുള്ള രീതിയിൽ ബ്രേക്കപ്പ് ആകുമ്പോഴാണ് നമ്മൾ അടുത്ത ആളെ പിടിക്കുന്നത്. പക്ഷെ ഇതിപ്പോ ഇവളുടെ ഫോൺ ബിസി അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചിട്ട് ഇവളെ കിട്ടുന്നില്ല, കാണുന്നില്ല, കൊറേ ദിവസത്തേക്ക് കാണുന്നില്ല. അപ്പൊ ഇതിലൊരു ഇതില്ലല്ലോ, കാരണം അമ്മയ്ക്ക് എന്ത് പറ്റി, അവൾ എവിടെയാണ് ട്രൈ ചെയ്തു, പക്ഷെ നമുക്ക് ഉത്തരവില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് കേക്കോ കുട്ടികളാ, ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് വിഷ്ണു ഇതേപോലെ മൈൻഡ് ഫ്ലിപ്പായി കഴിഞ്ഞാൽ എന്തായിരുന്നു അമ്മയുടെ ആ സമയത്ത് ഒരു ചിന്തയൊക്കെ? എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു ഇങ്ങനെ ആയപ്പോ. പിന്നെ മനസ്സിലായി കുറച്ച് ദുഷ്ടനാണെന്ന്. അങ്ങനെയൊന്നുമില്ല, ഞാൻ കാണാനൊന്നും പോയിട്ടില്ല കേട്ടാ.
ഇപ്പൊ പാവാണോ? ഇപ്പൊ പാവമാണ്. ആ പിന്നെ ഞാനും ആ ടൈമിൽ ചുമ്മാ ഇങ്ങനെ തമാശക്ക് ഒരേ പ്രേമം നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ എനിക്ക് ദേഷ്യം വന്നില്ല. ശരിക്കും താക്കൂലി പറഞ്ഞില്ല. ആ പ്രണയത്തെ കുറിച്ച് വേറെ കേക്കട്ടെ. അത് ചുമ്മാ ആ സമയത്ത് ഇദ്ദേഹം ചെയ്യില്ലായിരുന്നു. പിന്നെ ഇതൊന്നും ഞാൻ അറിയില്ലല്ലോ. ഓക്കെ പറഞ്ഞു. അതിപ്പോഴാണ് അറിയുന്നേ? അത് അല്ല, അത് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞതും ഞാൻ മെല്ലെ പൊക്കി പറഞ്ഞ മെല്ലെ മെല്ലെ പൊക്കിയത്, ഒറ്റയടിക്ക് ഞാൻ പൊക്കിയില്ല. അതിലേക്ക് വരാം. പ്രണയം പറ. അതിങ്ങനെ ചുമ്മാ ടൈം പാസിന് നോക്കിയോ. കാമുകൻ ജയിലിൽ കിടക്കുമ്പോ ടൈം പാസിന്. അതെങ്ങനെയായിരുന്നു? അതിങ്ങനെ ചുമ്മാ ഫേസ്ബുക്ക് ആയിരുന്നു? അല്ല, അത് ഇൻസ്റ്റയാന്ന് തോന്നുന്നു. ഇങ്ങനെ ചുമ്മാ മെസ്സേജ് അയച്ച് അങ്ങനെ ചുമ്മാ ആർക്ക് ഒരേ ആൾക്കാരെ പറ്റിക്കുമ്പോ ചെറിയൊരു സുഖം. എങ്ങനെ പറ്റിക്കുന്നു? പ്രേമമാണ്. ആർക്ക്? ഞാൻ ഐ ലവ് യു കൊടുക്കും. അപ്പൊ ചുമ്മാ അവരിങ്ങോട്ട് മെസ്സേജ് അയക്കും. പിന്നെ ഞാൻ അവരെ ബ്ലോക്ക് ചെയ്തിട്ട് വേറെ ആൾക്കാർ മെസ്സേജ് അയക്കും എനിക്ക് ഫ്രണ്ട് ആയിട്ട്. അപ്പൊ അവർക്ക് ഐ ലവ് യു അയക്കും. എന്നിട്ട് അവരെ ബ്ലോക്ക് ചെയ്യും. എന്റെ വേറെ ഐ ലവ് യു അയക്കും. എന്റെ അവരെ ബ്ലോക്ക് ചെയ്യും. പിന്നെ എല്ലാം കണ്ടുപിടിച്ചത് ഞാനായിട്ടൊന്നും പറഞ്ഞില്ല, അവനെല്ലാം കണ്ടുപിടിച്ചു. ഇൻസ്റ്റ പാസ്വേഡ് ഉണ്ടായിരുന്നു എല്ലാം. എനിക്ക് ഇവൾക്ക് ചിക്കൊന്നും വരും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ ഓരോ അക്കൗണ്ടിൽ ഇവളുടെ നമുക്ക് ഒരാളിനെ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ ഏതൊരു സംഭവം കണ്ടാലും നമുക്ക് അറിയാലോ. അപ്പോൾ ഇവളുടെ ഒരു കണ്ണ് വെച്ച ഒരു അക്കൗണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ അത് പൊക്കുന്നത്. ഇവളുടെ കറക്റ്റായിട്ട് കണ്ണ് ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ നോക്കിയത് അവളുടെ കണ്ണില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി ചോദിച്ചു. ഇവിടെ പറഞ്ഞാൽ എല്ലാം വന്നിട്ട് അത്രയും കുത്തി നിന്ന്. ഞാനും ആയിക്കോട്ടെ ഇത് എപ്പോഴെങ്കിലും പിടിക്കുമല്ലോ എന്നിട്ട് ഞാനിങ്ങനെ കുറേ ദിവസം ഇങ്ങനെ നിന്ന് നോക്കി. ഏറ്റവും അവസാനം അതിൻ്റെ പാസ്വേഡ് അല്ല, ഇവളുടെ അമ്മൻ്റെ നമ്പർ അങ്ങനെ അടിച്ചു കൊടുത്തപ്പോൾ ഓപ്പൺ ആയി. ഒരു ഫേസ്ബുക്ക് ഓപ്പൺ ആയി. ഫേസ്ബുക്ക് നോക്കുമ്പോൾ അതിൽ 3-4 ചാറ്റ് ലിസ്റ്റ് ഇങ്ങനെ ഐ ലവ് ഇങ്ങനെ കുറെ മെസ്സേജ് ഇങ്ങനെ കിടക്കുന്നു. ഞാൻ നോക്കുമ്പോൾ ഇതെന്താണ്? അപ്പം ഞാൻ എന്നെ കാട്ടി വലിയ കോടിയാണോ? ഞാൻ ഇങ്ങനെ നോക്കി ഞാൻ മൊത്തത്തിൽ കലിപ്പായി, ടെൻഷനുമായി. എന്താണ്ടപ്പോൾ ഞമ്മ തന്നെ ഒരു ഇത് പറഞ്ഞാൽ നമ്മളങ്ങാട്ടി ഉണ്ടല്ലോ, എന്താണ് നോക്കണമുണ്ട്. ഞമ്മ തന്നെ ഒരു സംഭവം പറഞ്ഞാൽ നമ്മളങ്ങാട്ടി പറ്റിക്കണ ഒരാളാണല്ലോ. അപ്പൊ അങ്ങനെ ഇതാവുണ്ടല്ലോ കൊണ്ട് ഞാനും കുറെ കലിപ്പായി. ഇവിടെ പറഞ്ഞില്ല, സമ്മതിച്ചേ ഇല്ല. ഞാൻ കുറച്ച് സാധനം പിടിച്ച് ഞാൻ സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു കൊടുത്തു. അപ്പൊ ഇതൊക്കെ എന്താണ് എല്ലാം ഇതൊന്നും എനിക്ക് അങ്ങനെ കിട്ടി, ഇത് എൻ്റെ അല്ല, ഞാനല്ല അയച്ചു. അപ്പൊ ഞാൻ വോയിസ് അയച്ചു കൊടുത്തു. നല്ല ഇപ്പുറത്തെ ഫോണിൽ നിന്നും കൊണ്ട് വോയിസ് അയച്ചു. ഇത് നിന്റെ അല്ല എന്ന് എനിക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇപ്പോൾ കൊണ്ട് എല്ലാ തമാശക്കാണ് നോക്കിയത്, ഇത് മാത്രമല്ല കുറച്ചും കൂടി ഉണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയേ ഇത് മാത്രമല്ല കുറച്ചും കൂടി ഉണ്ടാ. അപ്പം അങ്ങനെ നേരെ എനിക്കുള്ള ഇൻസ്റ്റൻറ്റ് പാസ്വേഡ് തന്നു. ഇതിൽ നോക്കിക്കോ, ഇതിലുണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റൻ്റെ പാസ്വേഡൊക്കെ തന്ന് അങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കി. അവസാനം ആ ഇൻസ്റ്റയെ ഞാൻ ഇല്ലാണ്ടാക്കി, ആ ബ്ലോക്ക് ചെയ്ത് മൊത്തം കളഞ്ഞ് ഇൻസ്റ്റയെ തന്നെ മൊത്തമായിട്ട് ഇതാക്കി കളഞ്ഞു. ഇപ്പൊ ഇതുപോലുള്ള കുൽസിത പ്രവർത്തികളുണ്ടോ? അങ്ങനെയൊന്നുമില്ല, ഇപ്പോഴൊന്നുമില്ല. ഇപ്പൊ ആരുടെ മെസ്സേജ് അയക്കണ്? ഞാൻ ഇപ്പൊ ചേച്ചീനെ മെസ്സേജ് അയക്കാണ് വെച്ചോളി. നിങ്ങൾ പറയല്ലോ എടാ നീ ആ വീഡിയോ എടുക്കുന്ന ചെക്കനല്ലേ, നിന്നെ എന്തിനാ ഞാൻ നോക്കണം, നിന്റെ ഇപ്പൊ ഒരു പെണ്ണില്ലേ പറയും. ഇവളിപ്പോ ഒരുത്തന്നെ അയച്ചാലും എടി നീ അവന്റെ ഒപ്പം അല്ലേ, പിന്നെ എന്തിനാ എനിക്ക്. അപ്പൊ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഫുള്ള് പോയല്ലേ, ലോക്കായി. ഇനിയിപ്പോ കാര്യമില്ല, കല്യാണം കഴിഞ്ഞു. ഓക്കെ. ഇപ്പൊ വിഷ്ണു തേച്ച എന്ത് ചെയ്യും? ഇപ്പൊ കണ്ടുപിടിക്കാണ് വിഷ്ണുവിന്റെ പ്രൊഫൈലില് ഒരു ചാറ്റ് ഹൈഡ് ചെയ്തിട്ടേക്കുന്നത്. ഇൻസ്റ്റയിൽ ഇപ്പൊ ഹൈഡ് ചെയ്യാൻ പറ്റും ചാറ്റൊക്കെ, നോക്കണം കേട്ടോ. ചാറ്റ് കാണുന്ന അമ്മയാ ഹൈഡ് ചെയ്തിട്ടേക്കുന്നത്. നോക്കുമ്പോ ഒരു പെൺകുട്ടിയുടെ ചാറ്റ്, അതിൽ ഇവര് ഭയങ്കര സെറ്റാ. അത് കണ്ട് എന്ത് ചെയ്യും? എങ്ങനെ? എനിക്കിതൊക്കെ ദേഷ്യം വരും. ഞാൻ എപ്പോഴും അടി കൊടുക്കാറുണ്ട്. അപ്പൊ അടി കൊടുക്കണ എന്തോ ചെയ്യുന്നുണ്ട് അല്ല, അവരെ ഇങ്ങനെ ഫോണ് കോൾ വെയിറ്റിംഗ് വന്നാ അങ്ങനെയൊക്കെ. ഇതിപ്പോ നമ്മുടെ ഒരു ഓണർ വിളിക്കണം വർക്കിന്റെ, അയാള് പണിക്ക് പോയി കഴിഞ്ഞല്ലേ ഈ പണിയെടുക്കാൻ സമയമില്ല. 24 മണിക്കൂർ വിളിയാണ്, തുരു വിളിക്കും. എവിടെ എപ്പോ വരും? വൈകുന്നേരം വിളി. എവിടെ എപ്പോ വരും? 10 മിനിറ്റ് ഗ്യാപ്പ് കിട്ടുമ്പോൾ ആ ഫോൺ നോക്കി 10 മിനിറ്റ് ഗ്യാപ്പ് വിളിക്കും. എപ്പോ വരും? എടി വൈകിട്ട് 6:30 എത്താം. എപ്പോ വരും? 10 മിനിറ്റ് ഗ്യാപ്പ് ഇട്ട് ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം ഞാൻ, മെഷീന് പോലെ. ഞാൻ അംബാനിന്റെ മകനാണല്ലോ. അല്ല ഇവൾക്ക് ചോദിക്കണത് ബിരിയാണി, ചിക്കൻ റൈസ്, ചിക്കൻ നൂഡിൽസ്, ഇതൊക്കെ ഞാൻ വാങ്ങിക്കൊടുക്കണം. പണിക്കും പോകാൻ പാടില്ല, കൊണ്ട് ഒപ്പം ഉണ്ടാവും. അല്ല ഞാൻ ചോദിക്കട്ടെ, ഓക്കെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ നമുക്ക് ഭ്രാന്ത് പിടിക്കും, മിസ് ചെയ്യും. അപ്പൊ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണം. അപ്പൊ കൊല്ലൂന്ന് പറഞ്ഞല്ലോ, എങ്ങനെയാ കൊല്ലാൻ ഉദ്ദേശിക്കുന്നത്? വിഷം കലക്കി കൊടുക്കും. അത് സംഭവിച്ചെടുക്കും. മറ്റോട്
തിരുവനന്തപുരത്ത് എവിടെ ഒരു ഇതായല്ല മറ്റേ അപ്പൊ ജോളി തൊട്ട് കേസോ? ഏതൊന്നും എനിക്കറിയാം. തിരുവനന്തപുരത്ത് ഒരു ചെക്കന് ഒരു പെണ്ണ് എന്തോ പ്രശ്നം അത് തൊട്ട് പറയും, നീ നോക്കി കഴിക്കുമ്പോൾ നിന്റെ ഈ കലത്തോടെ എന്തെങ്കിലും കലത്തോടെ പറയും. ഞാൻ പറയും കലത്തിക്കോ നല്ലതാണ് പറയും. പോസസീവ് ആണോ അമ്മയോ? പോസസീവ് ആണോ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഈഗോ ഒക്കെ വരും, അത്രേ ഉള്ളൂ. എന്തിന് ഈഗോ വരുന്നേ? അതിപ്പോ ഫോൺ വിളിച്ചെടുത്തില്ലെങ്കിൽ ദേഷ്യം വരും. കോൾ വെയിറ്റിംഗ് ആയ ആരാ വിളിക്കുന്നേ അങ്ങനെയാണോ? ആ പിന്നെ ഇങ്ങനെ എപ്പോഴും വിളിക്കണമല്ലോ, സ്നേഹമാകുമ്പോ 10 മിനിറ്റ് കൂടുമ്പോ വിളിക്കണോ? വിളിക്കും. ഫുഡ് കഴിച്ചാന്നൊക്കെ ചോദിക്കണമല്ലോ, അതൊന്നും ചോദിക്കത്തില്ല. എന്താ ചോദിക്കാത്തേ? ഇതെന്ത്, ഞാൻ രാവിലെ പോകുമ്പോൾ രാവിലെ ഞാൻ 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങും. 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങിക്കാൻ എനിക്ക് കുറച്ച് ഓടാണ്ട്. വണ്ടിയും കൊണ്ട് ഞാൻ അങ്ങോട്ട് ഓടി അവിടെ എത്തി സൈറ്റ് എത്തുമ്പോൾ 10-11 മണി കഴിയും. അവിടെ എത്തിയ വഴിക്ക് നേരെ വർക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്റ്റാൻഡൊക്കെ പിടിപ്പിച്ച എല്ലാം പിടിപ്പിച്ച് ഞങ്ങൾ വർക്ക്, ഞാനും എൻ്റെ വേറെ ഒരു ചേട്ടനുണ്ട്, അയാളുടെ ഞാൻ ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും ഇവിടെ വിളിക്കണം. അപ്പോഴാണെങ്കിൽ എഞ്ചിനീയർ എല്ലാവരും അടുത്തുണ്ടാവും, നമുക്ക് എടുക്കാൻ പറ്റുമോ? അവരൊക്കെ അടുത്തില്ല. ഇവർ പോയി കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ, സംസാരിക്കാൻ, കാര്യങ്ങൾ എന്താണെന്നൊക്കെ ചോദിക്കാം. എടുത്തില്ലെങ്കിൽ ഇവിടെ പിന്നെ തൊട്ട് ഒരേ ദേഷ്യത്തിൻ്റെ മെസ്സേജ് അയച്ചെന്ന് കാണണം, ഒരേ മെസ്സേജ് അയക്കില്ല, നിർത്തുകയില്ല. ഫോണ് ടിൻ 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 ഈ സൗണ്ട് വന്നുകൊണ്ടേയിരിക്കും. ഞാനപ്പോൾ സൈലൻ്റ് ആക്കിയിട്ട് മാറ്റി വയ്ക്കും. അപ്പോൾ അതിൻ്റെ കഥ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ബേക്കറിൻ്റെ സൗണ്ടിൽ പിന്നെ അറിയില്ല, അല്ലെങ്കിൽ മെഷീൻ്റെ സൗണ്ടിൽ എനിക്ക് അറിയത്തൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ എല്ലാം ഇതാക്കി വിടും. അതുള്ളൂ, അത് അവൾക്ക് അറിയാം. വീട്ടിൽ വരുമ്പോ അത് പറഞ്ഞ് വഴക്കാവും. വടക്കൊന്നും ആവുന്നില്ല. ഞാൻ വരുമ്പോൾ മറ്റേ സോൻ പാപ്പടി ഇല്ലേ, ആ സോൻ പാപ്പടി മിഠായി വാങ്ങി കൊടുത്തതാ സൈലൻ്റ് ആണല്ലേ. നമ്മളിപ്പോ കുറെ നേരം സംസാരിച്ചു, ഇനി ഇതിലേക്ക് വരാം. പക്ഷെ അതിന് മുന്നേ ഞാൻ നിങ്ങളുടെ ഒരു വീഡിയോ കാണിച്ചു തരാം. എനിക്ക് എല്ലാ വീഡിയോസും വൈറലാണ്. ഞങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ഏത് കാണിക്കണം. ഞങ്ങൾ ലാസ്റ്റ് കണ്ണടച്ച് കുത്തിയ ഒരു വീഡിയോ കിട്ടും. എനിക്കുണ്ടല്ലോ ഒരാഗ്രഹം. എന്ത്? എനിക്കുണ്ടല്ലോ മീൻ കറിയും ചോറും വേണം. മീൻ കറിയും ചോറും വേണടാ. പൈസ ആയിരുന്നു ഇതിന്റെ അപ്പം തരിക. എനിക്ക് ആലപ്പി കൊണ്ടുപോകും. ആലപ്പി സ്ഥലം ആലപ്പി നിങ്ങക്ക് മനസ്സിലായി? ആലപ്പി സ്ഥലം മനസ്സിലായിക്കാൻ ഒന്ന് പറഞ്ഞേക്ക് കേട്ടാ. മനസ്സിലായി എല്ലാവർക്കും. ഈ സൗണ്ട് ഇത്ര സൗണ്ട് ഉണ്ട് അത് സൗണ്ട് കൂട്ടിയതാ. ഓ അങ്ങനെ, ശരി, ഓക്കെ. നമുക്കപ്പോ ഈ വീഡിയോ നിങ്ങൾ എനിക്ക് തോന്നുന്നു എല്ലാം ഇങ്ങനത്തെ സെയിം കണ്ടന്റ്സ് ആണല്ലേ, റിയൽ ലൈഫിലുള്ള സാധനങ്ങളാ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കണ്ടന്റ് ഒന്ന് റീക്രിയേറ്റ് ചെയ്യാം ഇപ്പൊ. ആള് റെഡിയാ? എന്താണ്ടി? എനിക്ക് മീൻ കറിയും ചോറും വേണം. മീൻ കറിയും ചോറ് വേണടാ. പൈസ ആയിരുന്നു എന്റെ അപ്പം തരുമോ? ആലപ്പി പോണം. ആലപ്പിയാ? ആലപ്പി അതെന്താ സംഭവം? ഗൈസ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇതൊന്ന് കമന്റ് ചെയ്യിച്ചു കേട്ടോ. മനസ്സിലായി. നിങ്ങൾ എത്ര തവണ ടേക്ക് പോവാറുണ്ട് ഇങ്ങനെ വീഡിയോസ് എടുക്കുമ്പോ? 1-2 വട്ടം. സ്പോട്ടിൽ അങ്ങ് എടുക്കുകയാണോ? സ്പോട്ടിൽ തന്നെയല്ലേ തോന്നും. ഇങ്ങനെ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ എടുത്താലോ തോന്നും. അപ്പൊ ആ ശരി എടുക്കാൻ വേണ്ടി അങ്ങനെ എടുക്കുന്നത് ശരിയായില്ലെങ്കിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യം. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് വേറെ ഒരു വീഡിയോയിലേക്ക് പോവാം. ഇതിനെ നെഗറ്റീവ് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂട്ടാടി വന്നതല്ല, അതിനെയാണ് ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങളൊക്കെ നോക്കിയിട്ട് കമന്റ് ആയിക്കാട്ടോ. എത്രയോ ലേഡീസ് ആണ്, എത്രയോ അമ്മമാര് കാണുന്നതാണ്, മനസ്സിലായോ? ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു ഇത്ര നാൾക്കിടയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വന്ന ഒരു കമന്റ് ആയിരിക്കും ഇങ്ങനെ. അത് പെട്ടെന്ന് ഇളകാൻ കാരണം പറഞ്ഞല്ലോ, ഒരുത്തം ഏറ്റവും കൂടുതൽ വന്നത് അമേക്കായിരിക്കും അല്ലെ? അമേക്ക് എന്താ പറയണ? അത് എനിക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ലൈക്ക് കിട്ടാറുണ്ട്. അപ്പം ഞാൻ അത് തന്നെ ചുണ്ടി ഇങ്ങനെ വെച്ചിട്ട് സംസാരിക്കും. അപ്പം അത് എല്ലാവരും കണ്ടിട്ട് ഹാൻഡ്സ് വെക്കുന്നു, കൂട് വെക്കുന്നു എന്നൊക്കെ പറയും. പിന്നെ ഞങ്ങൾ കമന്റ് അയക്കാറില്ല, നോക്കത്തില്ല. അപ്പം അയച്ചാൽ അവർ അത് തന്നെ അയച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അത് മൈൻഡ് ചെയ്യാറില്ല. ഇല്ല, എന്തോ ഇങ്ങനെ ഇപ്പം ചുണ്ടപ്പം ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മനഃപൂർവ്വം വെക്കുന്നതാണ്. അതെ, അങ്ങനെ വെക്കുമ്പോ എനിക്ക് ലൈക്ക് കയറാറുണ്ട്. അപ്പൊ എല്ലാവരും എനിക്ക് ഇവിടെ ഹാൻഡ്സ് വെക്കുന്നു എന്നൊക്കെ വിചാരിക്കും. ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം എന്തെങ്കിലും നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് പ്രതികരണങ്ങളോ റിയാക്ഷൻസോ വല്ലതും ഉണ്ടായോ? ഇന്നുവരെ ആരും വന്നിട്ടില്ല.